നമുക്കൊരു അൺറെഡി വിറ്റ് കണ്ടാലോ. അപ്പോൾ 4 മണിയായപ്പോൾ ഞാൻ കോളേജ് കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. കോളേജിൽ ലാസ്റ്റ് ഡേ ആയതുകൊണ്ടാണ് അത്യാവശ്യം ടൈമൊക്കെ ഫ്രണ്ട്സിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇന്നൊരു അൺറെഡി വിറ്റാണ്. അപ്പോൾ ഞാൻ വൈഫാണ് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ വൈഫ് ഓപ്പൺ ചെയ്തിട്ട് അതിൽ നമുക്ക് വൈഫ് കഴിഞ്ഞു. ഞാനിപ്പോൾ എടുക്കുന്നത് ബേബി വൈഫാണ് കോളേജിൽ. അപ്പോൾ ഇതാകുമ്പോൾ സ്കിന്നിന് ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകും. എന്നാണ് വീട്ടിൽ പിന്നെ ഫീൽസും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീൽസും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് രസം കാണാൻ തന്നെ അതാണ് ഇത് ഇപ്പം തുടങ്ങി ഞാൻ വീട്ടിലാണ് ഡ്രസ്സിന് പൊളിക്കുന്നത്. അടിയിൽ കണ്ടിട്ടായിരുന്നു ആ ഡാർക്ക് വീട് നോക്കുന്നു. അതിന് നേരെ മാത്രമേ കണ്ടുകൊടുക്കുള്ളൂ. അപ്പോൾ ലിപ്സ്റ്റിക്ക് പിന്നെ എപ്പോഴും ഇടാറുണ്ട്. എന്നും പറഞ്ഞാൽ എന്നും ഇടും. ഞാൻ ഒരു ദിവസം പോലും ലിപ്സ്റ്റിക്ക് ഇടാതെ പോകാറില്ല. പക്ഷേ അതുപോലെ തന്നെ കണ്ണ് എഴുതാതെ പോകാറില്ല. കണ്ണ് എഴുതിയില്ലെങ്കിൽ എനിക്ക് എന്തോ പോലെ ഇരിക്കും. അപ്പോൾ ഞാൻ അടിയിൽ എഴുതാറില്ല, മേലെ മാത്രമേ എഴുതൂ. ആദ്യമൊക്കെ ഞാൻ അടിയിൽ കൺമഷിയൊക്കെ നന്നായിട്ട് എഴുതുമായിരുന്നു. ഇപ്പോൾ എന്തോ എനിക്ക് കൺമഷിയോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ മേലെ മാത്രമായിട്ട് എഴുതാം. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു പരിപാടിക്ക് റെയറായിട്ടൊക്കെ ആയിട്ടാണ് ഞാൻ അടിയിൽ കൺമഷി എഴുതാറുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാ ദിവസവും അൺറെഡി വിത്ത് മീ എടുക്കാറില്ലല്ലോ, ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടി അൺറെഡി വിത്ത് മീ എടുക്കട്ടെ. എപ്പോഴും ഞാൻ ചെയ്യാറുള്ളത് ഗെറ്റ് റെഡി വിത്ത് മീ മാത്രമാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് അൺറെഡി വിത്ത് മീ എടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ബൈ.